ഒരു വശത്ത് കോൺഗ്രസിലെ ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യ പ്രസ്താവന കടുപ്പിക്കുകയാണ് പി.വി. അൻവർ. പ്രതിപക്ഷ നേതാവ് തന്നെ വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിയുകയാണെന്ന് അൻവർ തുറന്നടിച്ചു. കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണെന്നും അൻവർ പറഞ്ഞു. അൻവർ പറഞ്ഞതൊന്ന് കേൾക്കാം. രാവിലെ ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനി അത് പറയേണ്ടി വരും. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. അപ്പൊ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? കെ.സി. വേണുഗോപാൽ. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവെച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. UDF കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പി.വി. അൻവറുമായി സംസാരിച്ച് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം ഒരു വിവരവും ഇല്ല. എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞായിട്ട് സാഹിബുമാണ് ഒരു ഭാഗത്ത്. UDF പ്രവേശനം കാത്തിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി.വി. അൻവർ UDF ചെയർമാനെതിരെ തന്നെ നിലവിൽ വരുന്ന സാഹചര്യം ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അഷ്കലി കരുമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലപാട് ഇപ്പോഴും പി.വി. അൻവറിന് എടുക്കാൻ കഴിയുന്നത്? UDF-ലേക്ക് വരണം, ആ UDF-ന്റെ ചെയർമാനെതിരെ തന്നെയാണ് ഇന്ന് ശക്തമായ ഭാഷയിൽ പി.വി. അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിലാണ് പ്രതീക്ഷയെന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തെ മറികടന്ന് ഈ തീരുമാനം ഹൈക്കമാൻഡിലേക്കും KC-യിലേക്കും എത്തിക്കാനാണോ പി.വി. അൻവറിന്റെ നീക്കം? അരുൺ, പി.വി. അൻവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും രത്ന ചുരുക്കം എന്ന് പറയുന്നത് UDF-ന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന അവഗണന, ആ അവഗണനയിലുണ്ടായ വേദനയും അതിലുണ്ടായ രോഷവും, അത് ഏറ്റവും വൈകാരികമായി പി.വി. അൻവർ അവതരിപ്പിക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നത്തേത് എന്ന് ചുരുക്കി പറയേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിടേണ്ടി വന്നത്, ഇല്ലെങ്കിൽ വിമർശനം നേരിടേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അഥവാ പി.വി. അൻവർ വ്യക്തത വരുത്തട്ടെ എന്നുള്ള ആ VD സതീശന് മറുപടി ആയിട്ടാണ് യഥാർത്ഥത്തിൽ അൻവർ ഇന്ന് വാർത്താ സമ്മേളനം തന്നെ വിളിച്ചത്. അതിൽ UDF-ലേക്ക് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്ത് ചെയ്തു, UDF-ന് വേണ്ടി താൻ സഹിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അക്കമിട്ട് നിരത്തി എണ്ണി പറയുന്ന പി.വി. അൻവറിനെയാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഒരു ഘട്ടത്തിൽ VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പി.വി. അൻവർ ഉന്നയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് തന്നെ വസ്ത്രാധിക്ഷേപം നടത്തി തെരുവിലിറക്കി ചെളിവാരി എറിയുന്ന രീതിയിലേക്കുള്ള മറുപടിയാണ്, ഇല്ലെങ്കിൽ അത്തരം അവസരമാണ് VD സതീശൻ സൃഷ്ടിച്ചത്. മാത്രമല്ല, കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് ചെയ്തത്. ഇനി ഒരാളുടെയും കാൽ പിടിക്കാൻ താനില്ല എന്നടക്കമുള്ള വലിയ മൂർച്ചയേറിയ പദപ്രയോഗങ്ങൾ തന്നെ അൻവർ നടത്തുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ആത്യന്തികമായി അവസാനമായി എല്ലാ പ്രതീക്ഷയും KC-യിൽ അർപ്പിച്ചുകൊണ്ട് മുന്നണി പ്രവേശനം ഇനിയും സാധ്യമാകും, UDF-ലേക്ക് ഇനിയും സാധ്യമാകും, അതിൻ്റെ എല്ലാ പ്രതീക്ഷയും KC വേണുഗോപാലിലാണെന്ന് പറഞ്ഞ് KC-യിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് പി.വി. അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അഥവാ ഇപ്പോഴും ഇന്നിപ്പോൾ കോഴിക്കോട് എത്തിയ KC വേണുഗോപാലിനെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് പി.വി. അൻവർ നടത്തുന്നത്. അതിലൂടെ UDF മുന്നണി പ്രവേശനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പി.വി. അൻവർ ലക്ഷ്യമാക്കുന്നതും. അതിൻ്റെ തുടർ ചർച്ചകളിലൂടെ തന്നെ UDF മുന്നണി പ്രവേശനം റെഡിയാകുമ്പോൾ സ്വാഭാവികമായും അത് VD സതീശന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് VD സതീശനും അൻവറും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഇത് മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അരുൺ.